ഇന്ന് നമ്മൾ നോക്കുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഭൂകമ്പങ്ങൾ നിർണായകമായ ചില ജിയോ പൊളിറ്റിക്കൽ വാർത്തകളാണ്. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിന്റെ കസേര ഇളക്കുന്ന തരത്തിൽ മുൻ മിലിറ്ററി ചീഫ് ഗാഡി ഐസൻകോട്ടിന്റെ കുതിപ്പ്. ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം ഇറാന്റെ ആണവ നയങ്ങളിൽ ഉണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന മാറ്റങ്ങൾ, US ഇറാൻ ഉടമ്പടിയെ തുടർന്ന് പശ്ചിമേഷ്യ രണ്ട് ശക്തമായ സൈനിക ചേരികളായി തിരിയുന്ന കാഴ്ച, ഒടുവിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ചോരയും നീരും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രഖ്യാപിച്ച് സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ച ഇന്ത്യക്ക് നേരെ കൈകൾ വെട്ടിമാറ്റുമെന്ന് ആക്രോശിക്കുന്ന പാകിസ്ഥാന്റെ പരിഭ്രാന്തി. ഇങ്ങനെ ആഗോളതലത്തിൽ പുകയുന്ന വലിയ പ്രതിസന്ധികളെയും അവയ്ക്ക് പിന്നിലെ ഇൻസൈഡ് സ്റ്റോറീസും നമുക്കൊന്ന് നോക്കാം. വെൽക്കം ടു ലോക. ലോകം ഉറ്റുനോക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെക്കുറിച്ചുമൊക്കെ ദിവസവും നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് അതിലും വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിൽ ദീർഘകാലമായിട്ട് അധികാരത്തിൽ തുടരുന്ന അവിടുത്തെ ഏറ്റവും പവർഫുൾ ലീഡറായ ബെന്യാമിൻ നെതന്യാഹുവിന്റെ കസേര ഇളകുകയാണ്. അടുത്ത ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ജനറൽ ഇലക്ഷന് മുന്നോടിയായിട്ട് പുറത്തു വന്ന ലേറ്റസ്റ്റ് ഒപ്പീനിയൻ പോൾസ് നെതന്യാഹുവിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. നെതന്യാഹുവിന് ഒത്ത ഒരു റൈവൽ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നിരിക്കുന്നു. മറ്റാരുമല്ല, ഇസ്രായേലിന്റെ മുൻ മിലിറ്ററി ചീഫായിട്ടുള്ള ഗാഡി ഐസൻകോട്ട്. ആരാണ് നെതന്യാഹുവിനെ വിയർപ്പിക്കുന്ന, നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തുന്ന ഈ മുൻ സൈന്യാധിപൻ? സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്ന രാഷ്ട്രീയ ചിത്രം എന്താണ്? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ലേറ്റസ്റ്റായി പുറത്തു വന്ന ചാനൽ 12, ചാനൽ 13 മാരവ് സർവേകൾ പരിശോധിച്ചാൽ ഇസ്രായേൽ രാഷ്ട്രീയം എത്രത്തോളം പ്രവചനാതീതമാണ് എന്ന് മനസ്സിലാകും. ഒരു മുൻ മിലിറ്ററി ജനറലിന്റെ സാന്നിധ്യം നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തുകയാണ്. ഇനി ലേറ്റസ്റ്റ് സർവേകളിലെ പ്രധാന പോയിന്റുകൾ ഇതൊക്കെയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആര് അനുയോജ്യം? ഈ ചോദ്യത്തിന് വലിയൊരു വിഭാഗം ജനങ്ങളും തിരഞ്ഞെടുത്തത് ഗാഡി ഐസൻകോട്ടിനെയാണ്. ചാനൽ 13 പോൾ പ്രകാരം 43% പേർ ഐസൻകോട്ടിനെ പിന്തുണച്ചപ്പോൾ നെതന്യാഹുവിന് ലഭിച്ചത് 39% മാത്രമാണ്. ചാനൽ 12 സർവേയിലും 38% വോട്ടോടെ ഐസൻകോട്ട് മുന്നിലെത്തി. നെതന്യാഹുവിനേക്കാൾ ജനപ്രീതി ഇപ്പോൾ ഐസൻകോട്ടിനുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി സീറ്റുകളുടെ എണ്ണമാണ്. ഇസ്രായേൽ പാർലമെന്റായ നെസെറ്റിൽ ആകെയുള്ള 120 സീറ്റുകളിൽ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് 23 മുതൽ 24 സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ ഐസൻകോട്ടിന്റെ യഷാർ പാർട്ടി തൊട്ടുപിന്നിൽ 21 മുതൽ 22 സീറ്റുകളുമായി കടുത്ത പോരാട്ടത്തിലാണ്. പല സർവേകളും ഇരുവരും ടൈ ആയി നിൽക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിമാരായ നഫ്താലി ബെനറ്റ്, യായർ ലാപിഡ് എന്നിവരുടെ സഖ്യത്തെ പോലും പിന്നിലാക്കിയിട്ടാണ് ഐസൻകോട്ട് ഈ കുതിപ്പ് നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇനി നമുക്ക് ആരാണ് ഈ ഗാഡി ഐസൻകോട്ട് എന്ന് നോക്കാം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു ഇദ്ദേഹം. അതായത് വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് യുദ്ധക്കളത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് പരിചയമുള്ള പക്ക മിലിറ്ററി മാൻ. 2022 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിൽ രൂപീകരിച്ച നാഷണൽ എമർജൻസി വാർ ക്യാബിനറ്റിൽ ഐസൻകോട്ട് അംഗമായിരുന്നു. എന്നാൽ നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രങ്ങളോടുള്ള വിയോജിപ്പ് കാരണം 2024 ജൂണിൽ അദ്ദേഹം ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ചു. അദ്ദേഹം ഉന്നയിച്ച പ്രധാന വിമർശനം ഇതായിരുന്നു: നെതന്യാഹു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേവലം താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ വ്യക്തമായ ഒരു സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു എൻഡ് ഗെയിം നെതന്യാഹുവിന് ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ യുദ്ധ നയങ്ങളിൽ അതൃപ്തിയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ഐസൻകോട്ടിന് പിന്നിൽ അണിനിരക്കാൻ തുടങ്ങി. ഐസൻകോട്ടിന് ജനങ്ങൾക്കിടയിൽ ഇത്രയും ഇമോഷണൽ കണക്ട് ഉണ്ടാകാൻ മറ്റൊരു വലിയ കാരണം കൂടിയുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന 2023 ഡിസംബറിൽ ഗാഡി ഐസൻകോട്ടിന്റെ ഏറ്റവും ഇളയ മകനായ ഗാസയിലെ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടു. സ്വന്തം മകനെ രാജ്യത്തിന് വേണ്ടി യുദ്ധകളത്തിൽ നഷ്ടപ്പെട്ട ഒരു പിതാവ് എന്ന ഇമേജ് ഇസ്രായേലി ജനതയ്ക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു ഹീറോ പരിവേഷം നൽകിയിട്ടുണ്ട്. മകന്റെ ശവസംസ്കാര ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇസ്രായേലിനെ കണ്ണീരിലാഴ്ത്തിയിരുന്നു. രാജ്യം നേരിടുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു യഥാർത്ഥ ലീഡർക്ക് വേണ്ട ക്വാളിറ്റികൾ ഐസൻകോട്ടിനുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കാനും ഇത് ഒരു കാരണമായി. നെതന്യാഹുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഐസൻകോട്ട് ഉയർത്തുന്നത്. കാര്യം, നെതന്യാഹുവിന്റെ വലം കൈ ആയിട്ടുള്ള ഉപദേശകർ പോലും പറയുന്നത് ഐസൻകോട്ടിനെ തളയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ്. നെതന്യാഹുവിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിലുള്ള നെഗറ്റീവ് ക്യാമ്പയിനുകൾ വരെ ഐസൻകോട്ടിന്റെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ട്. നെതന്യാഹു ക്യാമ്പ് ഇപ്പോൾ ഐസൻകോട്ടിനെതിരെ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇനി പറയുന്നതൊക്കെയാണ്. ഒന്നാമതായിട്ട് ഭാഷാ പരിമിതിയാണ്. നെതന്യാഹുവിന്റെ ഇംഗ്ലീഷ് വളരെ പവർഫുൾ ആണ്. ഇന്റർനാഷണൽ മീഡിയയ്ക്ക് മുന്നിൽ നെതന്യാഹു തിളങ്ങി നിൽക്കുമ്പോൾ ഐസൻകോട്ടിന്റെ ഇംഗ്ലീഷിനൊരു ഹെവി മിഡിൽ ഈസ്റ്റേൺ ആക്സന്റ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു ചെറിയ മടി നെതന്യാഹുവിന്റെ സൈബർ വിംഗ് വലിയൊരു ആയുധമാക്കുകയാണ്.
ഒരു ഗ്ലോബൽ ലീഡർ ആകാൻ ഐസൻകോട്ടിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ പോരാ എന്നാണ് നെതന്യാഹുവിന്റെ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് അറബ് പാർട്ടികളുടെ പിന്തുണയാണ്. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു AI വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൽ പറയുന്നത് ഐസൻകോട്ടിന് അറബ് പാർട്ടികളുടെ പിന്തുണയില്ലാതെ ഭരിക്കാൻ കഴിയില്ല എന്നാണ്. ഇസ്രായേലിലെ റൈറ്റ് വിംഗ് വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ നെതന്യാഹു ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രമാണിത്. ഇനി നമുക്ക് ഇസ്രായേലിലെ ഭരണഘടനയും രാഷ്ട്രീയ സാഹചര്യവും ഒന്ന് നോക്കാം. അവിടെ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല. സഖ്യകക്ഷികൾ വളരെ പ്രധാനമാണ്. ലേറ്റസ്റ്റ് പോളുകൾ കാണിക്കുന്നത് പ്രതിപക്ഷ കക്ഷികൾക്ക് എല്ലാം കൂടി ചേർത്താൽ ഭൂരിപക്ഷത്തിന് ആവശ്യമായ 61 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ ഈ പ്രതിപക്ഷ ഗ്രൂപ്പിൽ ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ കൂടാതെ അറബ് പാർട്ടികൾ വരെ ഉൾപ്പെടുന്നുണ്ട്. ഇത്രയും വ്യത്യസ്തമായ ആശയങ്ങളുള്ള പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നത് ഐസൻകോട്ടിന് വലിയൊരു ടാസ്ക് ആയിരിക്കും. അതേസമയം നെതന്യാഹുവിന്റെ കൂടെയുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് ജനപ്രീതി കുറയുന്നതായിട്ടാണ് സർവേകൾ കാണിക്കുന്നത്. ഇത് നെതന്യാഹുവിനും വലിയ തിരിച്ചടിയാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇസ്രായേലിൽ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻ വെറും ഒരു തെരഞ്ഞെടുപ്പല്ല. അത് നെതന്യാഹു എന്ന രാഷ്ട്രീയ ചാണക്യന്റെ ഭാവിയും അതുപോലെ ഇസ്രായേലിന്റെ യുദ്ധ നയങ്ങളും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. നെതന്യാഹുവിനെ വീഴ്ത്താൻ ജനങ്ങൾ കാത്തിരുന്ന ആ ഒരു മുഖമാണോ ഗാഡി ഐസൻകോട്ട്, അതോ തന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ട് നെതന്യാഹു വീണ്ടും അധികാരം പിടിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ജിയോ പൊളിറ്റിക്സിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉടനടി അതൊരു വലിയ വിക്ടറി ആയി തോന്നാം. എന്നാൽ ലോങ് ടേമിൽ അത് വലിയൊരു ട്രാപ്പായി മാറാറുണ്ട്. അങ്ങനെ ഒരു വൻ അബദ്ധമാണോ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംഭവിച്ചിരിക്കുന്നത്? 2026 തുടക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വ്യോമാക്രമണത്തിലൂടെ വധിച്ചപ്പോൾ പലരും കരുതി ഇറാന്റെ ആത്മവീര്യം തകർന്നു എന്ന്. എന്നാൽ കഥ മാറി മറിയുകയാണ്. ഖമേനിയുടെ വധം ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ അഥവാ തന്ത്രപരമായ വലിയൊരു അബദ്ധമായിരുന്നു എന്ന് മറ്റാരുമല്ല, അമേരിക്കൻ ഭീകരവിരുദ്ധ ഏജൻസിയായ നാഷണൽ കൗണ്ടർ ടെററിസം സെന്ററിന്റെ മുൻ ഡയറക്ടർ ജോ കെൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തോടുള്ള കടുത്ത വിയോജിപ്പ് കാരണം പദവി രാജിവെച്ച കെൻ തന്റെ എക്സ് ഹാൻഡിലൂടെ പങ്കുവച്ച വിവരങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് ജോ കെൻ നൽകുന്ന ആ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പ്? ഇറാൻ ശരിക്കും ആണവ ബോംബ് നിർമ്മിക്കാൻ പോവുകയാണ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്തുകൊണ്ട് ഖമേനിയുടെ മരണം ഇറാന്റെ ആണവ പദ്ധതികളെ കൂടുതൽ അപകടകരമാക്കുന്നു എന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2003 പോകണം. 2003-ലും 2004-ലും ആയത്തുള്ള അലി ഖമേനി ഒരു മതപരമായ വിലക്ക്, അതായത് ഒരു ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. കൂട്ടനാശമുണ്ടാക്കുന്ന ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതും കൈവശം വയ്ക്കുന്നതും ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ്, അതായത് ഹറാമാണ് എന്നായിരുന്നു ആ ഒരു ഫത്വ. ജോ കെൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് വെറും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല എന്നാണ്. ഖമേനിയുടെ കടുത്ത സ്വാധീനം കാരണം ഇറാന്റെ സൈന്യത്തിനോ യാഥാസ്ഥിതിക വിഭാഗങ്ങൾക്കോ ഈ ഫത്വ ലംഘിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് പോലും ഖമേനി ജീവിച്ചിരുന്ന കാലത്ത് ഈ ഫത്വ പരസ്യമായി ലംഘിക്കപ്പെട്ടതിന് തെളിവുകൾ കിട്ടിയിരുന്നില്ല. അതായത് ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ സമാധാനപരമായ തടസ്സം അല്ലെങ്കിൽ കവചം ആ ഒരു ഫത്വ ആയിരുന്നു. ആ ഖമേനിയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തെഹ്റാനിൽ നിന്ന് വരുന്ന നേറ്റീവ്സ് എന്താണ് എന്ന് വെച്ചാൽ, രാജ്യത്തെ വിഭജിക്കാനും വിദേശ ശക്തികൾ അധിനിവേശം നടത്താനും നോക്കുമ്പോൾ അതിനെ ചെറുക്കാൻ ഇറാന് ഇനി ആണവ ബോംബ് നിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഖമേനി ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. തന്റെ മരണശേഷവും ഇസ്ലാമിക ഭരണകൂടം ശക്തമായിട്ട് നിൽക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വധം ഇറാന്റെ ഉള്ളിലെ തീവ്ര നിലപാടുള്ള ഹാർഡ് ലൈനേഴ്സിനെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ ശത്രുവിനെ പേടിപ്പിക്കാൻ ആണവായുധം വേണമെന്ന് വിശ്വസിക്കുന്ന പുതിയ സൈനിക നേതൃത്വത്തിന് ഖമേനിയുടെ മരണം ഒരു ലൈസൻസ് ആയിട്ട് മാറി. ഖമേനിയുടെ വധത്തിന് ശേഷം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ മകനായ മൊജ്തബ ഖമേനിയാണ്. കടുത്ത യാഥാസ്ഥിതികനായിട്ടുള്ള മൊജ്തബ അധികാരമേറ്റ ശേഷം പുറത്തിറക്കിയ ആദ്യത്തെ ഔദ്യോഗിക കത്ത് അന്താരാഷ്ട്ര നിരീക്ഷകരെ ശരിക്കും ആശങ്കയിലാഴ്ത്തി. എന്താണെന്നറിയാമോ? ആ കത്തിൽ തന്റെ പിതാവ് വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെടുവിച്ച ആണവ വിരുദ്ധ ഫത്വയെക്കുറിച്ച് മുസ്തഫ ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്തതുമില്ല, തള്ളി പറഞ്ഞതുമില്ല. ഈ നിശബ്ദത തികച്ചും ആസൂത്രിതമാണ്. തങ്ങളുടെ ന്യൂക്ലിയർ പോളിസി എന്താണ് എന്ന് വ്യക്തമാക്കാതിരിക്കുന്നതിലൂടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേലൊരു മെന്റൽ പ്രഷർ, ഒരു മാനസിക സമ്മർദ്ദം നിലനിർത്താൻ മുസ്തഫയ്ക്ക് സാധിക്കുന്നു. അതിനിടയിൽ ഫാഴ്സ് ന്യൂസ് പരസ്യമായി പറയുന്നു, ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പീസ് ടോക്സ് നടക്കണമെങ്കിൽ പോലും ഇറാന്റെ കൈവശം ആണവ പ്രതിരോധം ഉണ്ടായേ തീരൂ എന്ന്. എന്നാൽ ഈ നാടകത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. ജോ കെന്നിന്റെ ഈ ഫത്വ വാദങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന ഒരു വലിയ വിഭാഗം ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സുകളും ഇവിടെ ഉണ്ട്. അവരുടെ വാദം ഇതാണ്: ഖമേനിയുടെ ഫത്വ എന്നത് ലോകത്തിന് മുന്നിൽ ഇറാൻ കെട്ടിവെച്ച വെറുമൊരു തന്ത്രപരമായ പുകമറ മാത്രമായിരുന്നു.
ഫത്വ നിലനിൽക്കുമ്പോൾ തന്നെ ഇറാൻ തങ്ങളുടെ ഭൂഗർഭ ലബോറട്ടറികളിൽ ആയുധ ഗ്രേഡ് യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA കണ്ണ് വെട്ടിച്ചും അവർ മുന്നോട്ട് പോയി. തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം നശിപ്പിക്കാൻ ഇറാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ബാലിസ്റ്റിക് മിസൈൽ ചർച്ചകളിൽ നിന്ന് അവർ എപ്പോഴും പിന്മാറുകയും ചെയ്തു. അതുകൊണ്ട് ഖമേനിയുടെ വധമല്ല ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് കാരണം, അവർ നേരത്തെ പ്ലാൻ ചെയ്ത വഴിയിലൂടെ ഇപ്പോൾ പരസ്യമായി നടക്കുന്നു എന്ന് മാത്രം എന്നാണ് വിമർശകർ പറയുന്നത്. ഇരുപക്ഷങ്ങൾക്കും അവരുടേതായ വാദങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം മുൻപത്തേക്കാളും വഷളായി കഴിഞ്ഞു. ഖമേനിയെ വധിച്ചാൽ ഇറാന്റെ ഭരണം തകരുമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കാൽക്കുലേഷൻസ് അപ്പാടെ തെറ്റിയിരിക്കുകയാണ്. കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പുതിയ നേതൃത്വം വരികയും അതിജീവനത്തിനായിട്ട് അവർ ആണവായുധത്തെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അത് ഗ്ലോബൽ സെക്യൂരിറ്റിക്കാണ് ഭീഷണി. ചരിത്രത്തിൽ പലപ്പോഴും ഭരണാധികാരികളെ ഇല്ലാതെയാക്കുന്ന നയങ്ങൾ വലിയ തീവ്രവാദത്തിലേക്കും അസ്ഥിരതയിലേക്കുമാണ് വഴിമാറിയിട്ടുള്ളത്. നയതന്ത്രത്തിന്റെ വാതിലുകൾ പൂർണ്ണമായി അടയുമ്പോൾ അടുത്ത ഘട്ടം ഒരുപക്ഷെ വലിയൊരു ആണവ യുദ്ധമായിരിക്കാം. ജോ കെന്നിന്റെ ഈ വാക്കുകൾ കേവലം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം തള്ളിക്കളയാൻ കഴിയില്ല. സൈനിക ശക്തി കൊണ്ട് മാത്രം വലിയ പ്രതിസന്ധികളെ നേരിടാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ ലോകം കാണാൻ പോവുകയാണ്. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്രതീക്ഷിത സഖ്യങ്ങളുടെയും വലിയ അട്ടിമറികളുടെയും പൂരപ്പറമ്പാണ്. എന്നാൽ ഇപ്പോൾ 2026 അവിടെ സംഭവിക്കുന്നത് വെറും ഒരു അട്ടിമറിയല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു ചേരിതിരിവാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പശ്ചിമേഷ്യ ഇപ്പോൾ വ്യക്തമായ 2 സ്ട്രാറ്റജിക് ക്യാമ്പ്സ് ആയിട്ട് തിരിയുകയാണ്. ഖത്തറും പാകിസ്ഥാനും മധ്യസ്ഥത വഹിച്ച് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച പുതിയ താൽക്കാലിക സമാധാന ഉടമ്പടിയാണ് ഈ ഒരു ഭൂകമ്പത്തിന് തുടക്കമിട്ടത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി തന്നെ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇത് മേഖലയിൽ ഒരു പുതിയ റീജിയണൽ സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് വഴി തുറക്കുമെന്നാണ്. എന്താണ് ഈ 2 പുതിയ ചേരികൾ? അമേരിക്ക പതുക്കെ പശ്ചാത്തലത്തിലേക്ക് മാറുമ്പോൾ ചൈന എങ്ങനെയാണ് ഇവിടെ കളി നിയന്ത്രിക്കുന്നത്? ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? നമുക്കൊന്ന് നോക്കാം. ഈ പുതിയ US ഇറാൻ ഉടമ്പടിക്ക് പിന്നിൽ പ്രവർത്തിച്ച 2 പ്രധാന രാജ്യങ്ങൾ ഖത്തറും പാകിസ്ഥാനുമാണ്. ഇതിൽ ഖത്തറിന്റെ റോള് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാനോട് എപ്പോഴും കൂടുതൽ ഒരു ലീനിയന്റ് ആയിട്ടുള്ള നിലപാടെടുക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. അതിന് പിന്നിൽ പക്ക ബിസിനസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക നിക്ഷേപമായ പാർസ് ഗ്യാസ് ഫീൽഡ് പങ്കിടുന്നത് ഖത്തറും ഇറാനും ചേർന്നാണ്. അതുകൊണ്ട് ഇറാനുമായിട്ട് നല്ല ബന്ധം പുലർത്തേണ്ടത് ഖത്തറിന്റെ സാമ്പത്തിക നിലനിൽപ്പിന് അത്യാവശ്യമാണ്. കൂടാതെ ഖത്തറിന്റെ മുഴുവൻ ട്രേഡും നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതേസമയം തന്നെ അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ, അതും ഖത്തറിലാണ്. ഈ ഒരു യുണീക് പൊസിഷൻ ഉപയോഗിച്ചിട്ടാണ് ഖത്തർ മികച്ചൊരു മീഡിയേറ്റർ ആയത്. നേരെ മറിച്ച് പാകിസ്ഥാൻ ഈ ചർച്ചകളിൽ അമേരിക്കൻ താല്പര്യങ്ങളാണ് തന്ത്രപരമായിട്ട് പ്രതിനിധീകരിച്ചത്. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളുടെ സെക്യൂരിറ്റി നോക്കിയിരുന്നത് അമേരിക്കയായിരുന്നു. ഇറാനെ പേടിച്ച് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ സൈന്യത്തെ ആശ്രയിച്ചു. എന്നാൽ ഇപ്പോൾ ട്രംപ് ഗവൺമെന്റ് ഈ ആശങ്കകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക തങ്ങളുടെ ശ്രദ്ധ ചൈനയെ തളയ്ക്കാൻ ഇൻഡോ പസഫിക് മേഖലയിലേക്ക് മാറ്റുകയാണ് എന്ന ഭയം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. യുദ്ധസമയത്ത് ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടപ്പോൾ അമേരിക്കയ്ക്ക് തങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന പരാതി സൗദിക്കും UAEക്കുമുണ്ട്. ചില US ആയുധങ്ങൾ ഗൾഫിൽ നിന്ന് ഇസ്രായേലിലേക്ക് മാറ്റിയതും ബഹ്റൈനിലെ താവളങ്ങൾക്ക് കേടുപാടുകൾ വന്നപ്പോൾ കുവൈത്തിലും സൗദിയിലും സൈന്യത്തെ കുറയ്ക്കാൻ പെന്റഗൺ ആലോചിക്കുന്നതും ഇവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഈ ഒരു ഗ്യാപ്പിലേക്കാണ് ചൈന ഒരു നാച്ചുറൽ ഓപ്ഷനായിട്ട് കടന്നു വരുന്നത്. ചൈനയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുമായി ശക്തമായ ഊർജ ബന്ധമുണ്ട്. എങ്കിലും ചൈന ഒരു ഒഫീഷ്യൽ മിലിറ്ററി സഖ്യത്തിന് മടിക്കുന്നത് കൊണ്ട് ഈ രാജ്യങ്ങൾ സ്വന്തമായിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ നിർബന്ധിതരായി. ഇനി നമുക്ക് രൂപപ്പെടുന്ന 2 കടുത്ത ചേരികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തേത് ഖത്തർ, ഒമാൻ, ഇറാൻ സഖ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള അസ്വാരസ്യങ്ങളും ഖത്തറിനെ ഇറാനോട് കൂടുതൽ അടുപ്പിച്ചു. സൗദി അറേബ്യയോടും UAEയോടും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള ഖത്തറിന് ഇറാനുമായിട്ടുള്ള സഖ്യം വലിയൊരു ഡിഫൻസ് ഷീൽഡാണ്. പാഴ്സ് വാതകപാടത്തിന്റെ പങ്കാളിത്തവും ഹോർമുസ് കടലിടുക്കിലെ ഒമാന്റെ തന്ത്രപ്രധാന സ്ഥാനവും ഈ 3 രാജ്യങ്ങളെയും ഒന്നിച്ച് നിർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രയോ ശക്തമാകുകയും ഇവിടുത്തെ വാണിജ്യ പാതകളെ നിയന്ത്രിക്കുകയും ചെയ്യും. ഇതിന് തൊട്ട് വിപരീതമായിട്ട് രൂപപ്പെടുന്ന 2ാമത്തെ പവർഫുൾ ചേരിയാണ് സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഈജിപ്ത് സഖ്യം. സൗദിയും പാകിസ്ഥാനും തമ്മിൽ പുതിയൊരു മ്യൂച്വൽ ഡിഫൻസ് പാക്ട് ഒപ്പുവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഖത്തറിന് നേരെ നടത്തിയ ആക്രമണങ്ങളാണ് സൗദിയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. ഇസ്രായേലിന്റെ അമിത വളർച്ച സൗദിയും ഭയത്തോടെയാണ് കാണുന്നത്.
ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായിട്ട് താൽക്കാലിക സമാധാനമുണ്ടായിരുന്നുവെങ്കിലും ബെഹ്റിനിൽ വെച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോവുമായി നടത്തിയ GCC മീറ്റിംഗിലെ സംയുക്ത പ്രസ്താവന വ്യക്തമാക്കുന്നത് സൗദിക്ക് ഇപ്പോഴും ഇറാന്റെ ആണവ പദ്ധതി വലിയൊരു ഭീഷണിയാണ് എന്നാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതും ഇറാന്റെ ആക്രമണങ്ങളും നേരിട്ട സൗദി പാകിസ്ഥാനെ പോലെയുള്ള മിലിറ്ററി പവറുകളെയും ഈജിപ്തിനെയും കൂടെ കൂട്ടി വലിയൊരു പ്രതിരോധ മതിലാണ് തീർക്കുന്നത്. കുവൈത്തും ഇവരുടെ കൂടെ നിൽക്കാനാണ് സാധ്യത. ഇതിനിടയിൽ തുർക്കിയും UAEയും നിൽക്കുന്നത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. തുർക്കി ഒരു നേറ്റോ അംഗമായതുകൊണ്ട് മറ്റൊരു സൈനിക സഖ്യത്തിൽ ചേരുന്നത് എളുപ്പമല്ല. എങ്കിലും എല്ലാ ഭാഗങ്ങളുമായും ഒരു ബാലൻസ് നിലനിർത്താനാണ് തുർക്കി ശ്രമിക്കുന്നത്. എന്നാൽ UAEയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. യുദ്ധത്തിൽ ഇറാന്റെ കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് UAEക്കാണ്. പോരാത്തതിന് സൗദി അറേബ്യയുമായിട്ട് UAE ഇപ്പോൾ അത്ര നല്ല രസത്തിലുമല്ല. ഇസ്രായേലുമായി UAE ഉണ്ടാക്കിയ പ്രതിരോധ പങ്കാളിത്തം അവരെ GCCയിൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇസ്രായേൽ ബന്ധം രഹസ്യമായി കൊണ്ടുപോകാനേ അവർക്ക് കഴിയും. ഗാസ പ്രതിസന്ധി മാറും വരെ ഇറാന്റെ സ്വാധീനം എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും. ശരിക്കും ഈ ഒരു US ഇറാൻ ഉടമ്പടിയെ സ്വാഗതം ചെയ്യാത്ത ഒരേ ഒരു രാജ്യം ഇപ്പോൾ ഇസ്രായേൽ മാത്രമാണ്. കാരണം അമേരിക്കയുമായിട്ടുള്ള അവരുടെ സഖ്യത്തിൽ പോലും ഇത് വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യം നോക്കാം. ഈ മിഡിൽ ഈസ്റ്റ് യുദ്ധം ഇന്ത്യയെ സാമ്പത്തികമായി എത്രത്തോളം ബാധിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ധന വില വർധനവ്, ഗ്യാസ് ക്ഷാമം, അതുപോലെ വിലക്കയറ്റം എന്നിവ ഇന്ത്യൻ ഇക്കണോമിയെ ഉലച്ചു കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോൾ ഇന്ത്യയിലേക്ക് വരേണ്ട ഫെർട്ടിലൈസേഴ്സിന്റെ ഇമ്പോർട്ട് തടസ്സപ്പെട്ടു. ഇത് കാർഷിക മേഖലയെ ബാധിച്ചു. പ്രവാസികളുടെ സുരക്ഷയും വലിയൊരു ചോദ്യചിഹ്നമായി. അതുകൊണ്ട് തന്നെ ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീങ്ങുന്നതും ഹോർമുസ് കടലിടുക്ക് നോർമൽ ആകുന്നതും ഒക്കെ ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ്. എങ്കിലും ഈ പുതിയ രണ്ട് ചേരികൾക്കിടയിൽ ഇന്ത്യക്ക് തങ്ങളുടെ വിദേശ നയം വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഒരു വശത്തോടും ചേരാതെ എല്ലാ ശക്തി കേന്ദ്രങ്ങളുമായും ഒരേ സമയം നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ബാലൻസിംഗ് പോളിസി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കേണ്ടി വരും. അപ്പോൾ അമേരിക്കൻ സൈനിക കുടക്കീഴിൽ നിന്നും മാറി സ്വന്തം സുരക്ഷയ്ക്കായിട്ട് പ്രാദേശിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ പുതിയ ചേരിതിരിവുകൾ മിഡിൽ ഈസ്റ്റിൽ ദീർഘകാല സമാധാനം കൊണ്ടുവരുമോ, അതോ പുതിയൊരു പ്രോക്സി വാറിന് കാരണമാകുമോ എന്ന് വരും വർഷങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആഗോള വിപണിയുടെ ഹൃദയമിടിപ്പായ പശ്ചിമേഷ്യയിലെ ഓരോ ചലനങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് കാശ്മീർ അതിർത്തിയിലെ വെടിവയ്പ്പുകളായിട്ടോ അല്ലെങ്കിൽ നയതന്ത്ര പോരുകളായിട്ടോ ഒക്കെയാണ്. എന്നാൽ ഇപ്പോൾ രണ്ട് ആണവായുധ ശക്തികൾ തമ്മിലുള്ള ശത്രുത ജീവന്റെ തന്നെ അടിസ്ഥാനമായ ജലസ്രോതസ്സുകളിലേക്ക് പടരുകയാണ്. ശരിക്കും മിഡിൽ ഈസ്റ്റിലേക്കാൾ വലിയൊരു വാട്ടർ വാർ ദക്ഷിണേഷ്യയിൽ തുടങ്ങുകയാണോ? സിന്ധു നദീജല ഉടമ്പടിയിലെ പാകിസ്ഥാന്റെ വിഹിതത്തിന്മേൽ ഇന്ത്യ കണ്ണുവെച്ചാൽ അവരുടെ കൈകൾ വെട്ടിമാറ്റും എന്നാണ് പാകിസ്ഥാൻ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിക് മാലിക് ഇപ്പോൾ പരസ്യമായിട്ട് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര കരാറിനെ ചൊല്ലി ഇത്രയധികം ആക്രോശങ്ങളും യുദ്ധപ്രഖ്യാപനങ്ങളും സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഇത്രയധികം പരിഭ്രാന്തരായത്? ഇന്ത്യ എടുത്ത ആ ഒരു കടുത്ത തീരുമാനം എന്താണ്? നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി എന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലവിതരണം കൃത്യമായി കൊണ്ടുപോകാൻ വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 ഈ ഒരു കരാർ ഒപ്പുവെക്കുന്നത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയൂബ് ഖാനും ചേർന്നിട്ടാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഈ ഉടമ്പടി പ്രകാരം സിന്ധു നദീ വ്യൂഹത്തിലെ 3 കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കാണ്. എന്നാൽ പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവയുടെ ഭൂരിഭാഗം ജലവും ഏതാണ്ട് 80% വെള്ളം പാകിസ്ഥാനാണ് അനുവദിച്ചു നൽകിയത്. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പലതവണ പൂർണ്ണ തോതിലുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും കാർഗിൽ യുദ്ധകാലത്ത് പോലും ഇന്ത്യ ഈ ഒരു കരാർ ലംഘിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കളി മാറി. എന്താണ് ഇത്ര പെട്ടെന്ന് മാറാൻ കാരണം? 2025 ഏപ്രിലിൽ കശ്മീരിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പേൽഗാമിലുണ്ടായ ദാരുണമായ ഭീകരാക്രമണമാണ് എല്ലാ സമവാക്യങ്ങളും മാറ്റിയത്. 26ഓളം സാധാരണക്കാരാണ്, നിരപരാധികളാണ് ആ ക്രൂരതയിൽ കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ് എന്ന് വ്യക്തമായതോടെ ന്യൂഡൽഹി കടുത്ത തീരുമാനമെടുത്തു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവുമായി ഇനിമേൽ സമാധാനപരമായ സഹകരണം സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ അബേയൻസ് തീരുമാനിച്ചു. ഒരു കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചോരയും നീരും ഒരുമിച്ച് ഒഴുക്കാൻ കഴിയില്ല, ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗെദർ എന്ന പോളിസി ഇന്ത്യ ശക്തമാക്കി. ഭീകരവാദികളുടെ സംരക്ഷകർക്ക് ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ജലം നൽകാൻ കഴിയില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടുത്തിടെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളെ വലിയ രീതിയിൽ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇൻഫർമേഷൻ മന്ത്രി അതാഉല്ല തരാറും അതുപോലെ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക്കും ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ ആക്രോശിച്ചത്. അതാഉല്ല തരാർ പറയുന്നത് അയൽ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു ടാപ്പ് നിയന്ത്രിക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കുന്നില്ലെന്ന് ഇന്ത്യൻ ജലവിഭവ മന്ത്രി CR പാട്ടീൽ വരെ പറയുന്നു. ഇതിനെതിരെയാണ് മുസാദിഖ് മാലിക് കൈകൾ വെട്ടിമാറ്റുമെന്ന കടുത്ത പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും പലതവണ വ്യക്തമാക്കിയതുപോലും ജലം തങ്ങളുടെ ജീവരേഖയും ഒപ്പം ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ചുവപ്പ് രേഖ റെഡ് ലൈൻ ആണ് എന്നാണ്. അത് പാകിസ്ഥാൻ ആവർത്തിക്കുന്നുമുണ്ട്. ഇതിനു മുൻപ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും ജലസുരക്ഷ മുൻനിർത്തി ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് പോലും മടിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ്. ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും പാകിസ്ഥാൻ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി അവരുടെ ആഭ്യന്തര ജല മാനേജ്മെന്റിന്റെ പരാജയമാണ്. നിലവിൽ പാകിസ്ഥാനിലെ സിന്ധ്, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ജലസേചന കേന്ദ്രങ്ങളിലൊന്നായ സുക്കൂർ ബറാജിലെ കനാലുകളിൽ ജലനിരപ്പ് 60 മുതൽ 80% വരെയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പേരിൽ സിന്ധ് പ്രവിശ്യ പഞ്ചാബ് പ്രവിശ്യക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ അവർ ഒരു ഇക്കണോമിക് മെസാക്കർ, സാമ്പത്തിക കൂട്ടക്കൊല എന്നാണ് വിളിക്കുന്നത്. ഈ ആഭ്യന്തര പരാജയങ്ങളെയും ജനങ്ങളുടെ പ്രതിഷേധങ്ങളെയും മറച്ചുവെക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാനുമാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയുടെ തീരുമാനത്തെ ഒരു വലിയ നയതന്ത്ര യുദ്ധമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഈ ഒരു വിക്ടിം കാർഡ് ഇറക്കുമ്പോൾ കൃത്യമായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗ് പാകിസ്ഥാന്റെ വാദങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. ഒരു വശത്ത് ഭീകരവാദത്തെ ഭരണകൂട നയമായിട്ട് കയറ്റുമതി ചെയ്യുകയും മറുവശത്ത് സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഒട്ടും യുക്തിസഹമല്ലെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. 1960 ഒപ്പുവെച്ച ഒരു കരാർ മാറിയ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിലുണ്ടായ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളും ക്ലൈമറ്റ് ചേഞ്ചും കണക്കിലെടുക്കാതെ ഈ കരാർ ശാശ്വതമായ ഒരു അവകാശമായി കാണാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയുടെ കടുത്ത നിലപാട്. ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം നാട്ടിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രദ്ധിക്കേണ്ടതെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു. സിന്ധു നദീജല ഉടമ്പടിയെ ചൊല്ലി നിലനിൽക്കുന്ന ഈ ഒരു തർക്കം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ജലപങ്കാളിത്ത പ്രശ്നം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന കാലത്തെ വലിയ ജലയുദ്ധങ്ങളുടെ സൂചന കൂടിയാണ്. ഒരു അപ്പർ റിപ്പേറിയൻ സ്റ്റേറ്റ്, അതായത് ഒരു നദീതടത്തിന്റെ ഉയർന്ന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാഷ്ട്രമോ പ്രവിശ്യയോ ആണ് അപ്പർ റിപ്പേറിയൻ സംസ്ഥാനം. അവിടെ ഒരു നദി ഉത്ഭവിക്കുകയും ആദ്യം ഒഴുകുകയും ചെയ്യുന്നു. ഈ ഒരു നിലയിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ പാകിസ്ഥാന്റെ മേൽ എത്രത്തോളം ശക്തമായ ഒരു സ്ട്രാറ്റജിക് പ്രഷർ ചെലുത്തുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇസ്ലാമാബാദിൽ നിന്ന് ഉയരുന്ന ഈ ആക്രോശങ്ങൾ. യുദ്ധപ്രഖ്യാപനങ്ങളും നയതന്ത്ര പ്രതിസന്ധികളും കൊണ്ട് ആഗോള രാഷ്ട്രീയം ഇപ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. എത്ര വലിയ ആഗോള പ്രതിസന്ധികൾ ഉണ്ടായാലും ഒടുവിൽ നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാന ശ്രമങ്ങളിലൂടെയും ലോകം വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതെ തിരിച്ചു വന്നിട്ടുണ്ട്. ഭീഷണികൾക്കും യുദ്ധപ്രഖ്യാപനങ്ങൾക്കും അപ്പുറം രാജ്യങ്ങൾ പരസ്പര വിശ്വാസവും സമാധാന ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ആഗോള സുരക്ഷയും ജനങ്ങളുടെ നന്മയും മുൻനിർത്തിയുള്ള നല്ല തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.